Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning. Good morning, ma'am. Good morning. ഇന്ന് മാം തന്നെയായിരിക്കും ഉച്ചയ്ക്ക് 2 hour. എന്താണ് സുമി? ഇന്ന് ഉച്ചയ്ക്ക് മാം തന്നെയായിരിക്കും 2 hour. കേൾക്കുന്നില്ല കേട്ടോ. സിമി എന്താ പറഞ്ഞേ? ഇന്ന് ഉച്ചയ്ക്കത്തെ ക്ലാസ്സിലെ ഡിപ്ലോമയുടെ മാം തന്നെയായിരിക്കും 2 hours. ഞാനായിരിക്കുമെന്നോ? എന്താ പറയല്ലേ? അല്ല 2 hours മാം തന്നെയായിരിക്കും. ഇല്ല മിസ് ആയിരിക്കും കേട്ടോ. ഞാനും വന്ദന മിസ് ആയിരിക്കുള്ളൂ. വന്ദന മിസ്സിന്റെ തീർന്നായിരുന്നു അതോ ചേച്ചി? വന്ന റിവിഷൻ വേണ്ട നിങ്ങൾക്ക്? ആ Good morning. Good morning, ma'am. Good morning. Good morning. മോർണിംഗ് ആതിര. മഴയൊക്കെ കാരണമാണ് എല്ലാവരും ലേറ്റ് ആയിട്ട് കയറുന്നേ. മോർണിംഗ് ഹസീന. ഓക്കെ. Hospital administration chapter. സുഷൻ ക്ലാസ്സിൽ കയറാറുണ്ടായില്ലേ? Good morning, Christina.
Okay. Yes. Okay, Namla. Yes. Chapter 41, pages 25. 4 ആണ് കേട്ടോ, 41 അല്ല. യെസ്. ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്? യെസ്. The next one, another challenges faced by an administrator. Challenges faced by an administrators. Administrator, hospital administrator face ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫ്ലോ ചാർട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? Compete for healthcare professionals, managing Medicare and Medicaid, improve patient care through technology, specialize for growth and prepare for the future. Okay, ഓരോന്നായി നമുക്ക് നോക്കാം. Compete for healthcare professionals. അതെന്ത് ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാം? ആരുമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ആണ് വരുന്നത്? Compete for healthcare professionals എന്ന് പറയുന്നത് ആരെയാണ്? ആരെയാണ്? യെസ്, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് മത്സരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ? ഹെൽത്ത് കെയർ സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പ്രൊഫഷണൽസുമായിട്ട് അതൊരു കോമ്പറ്റീഷനാണ്, ഒരു മത്സരം തന്നെയാണ്. കാരണം പലതരത്തിലുള്ള അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഫഷണൽസിനെ കൂടി കൈകാര്യം ചെയ്യലേ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആർക്കും ബുദ്ധിമുട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തേക്ക് ഒരു കാലഘട്ടത്തില് അഡ്വാൻസ്ഡ് പ്രൊഫഷൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫിസീഷ്യൻസ്, മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് തന്നെ ഇവിടെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്താ പറയുന്നത്, അവർക്ക് ഒരു ഹോൾ കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽസിന്റെ ഹോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അവരുടെ സാലറി പേയ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും. അപ്പൊ ചില കേസസിൽ ചില ഡിഫിക്കൽട്ടീസ് അവിടെ അനുഭവപ്പെട്ടേക്കാം. പിന്നെ മറ്റ് പ്രൊഫഷണൽസിൽ തമ്മിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സര ബുദ്ധി ഉണ്ടാവാനുള്ള ഒരു മത്സരം പോലെ അവിടെ നടക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്, മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോമ്പറ്റീഷൻ കൂടി കൈകാര്യം ചെയ്യാന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റർ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, എല്ലാവരും ഒരേ മാനറിൽ തന്നെ കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ചാലഞ്ചസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് വരുന്നത് എന്താണ്? മാനേജിങ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ്. രണ്ടും രണ്ട് വാക്കുകളാണ്, ശ്രദ്ധിക്കുക. മാനേജിങ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ്. എന്താണ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത്? രണ്ടും രണ്ട് വാക്കുകളാണ് കേട്ടോ, പറയുമ്പോൾ ഒരേപോലെ തോന്നും. മെഡിക്കെയർ ആൻഡ് മെഡിക്കെയർ ഇതെന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? മെഡിക്കെയർ ആൻഡ് മെഡിക്കെയർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? മെഡിക്കെയർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഇത് രണ്ടും എന്തായിരിക്കും അപ്പോ? ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങളാണ് രണ്ടും അല്ലെ? ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങളാണ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്ന്. അപ്പൊ മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 65 വയസ്സിന് മുകളിലോ അതിന് താഴെയോ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് എന്ത്? മെഡിക്കെയർ എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക ഹോസ്പിറ്റലിൽ അത് ഉണ്ടായിരിക്കും. യെസ്, അതായത് 65 ഏജിന് 65 വയസ്സിനോ അല്ലെങ്കിൽ അതിലും കുറവോ പ്രായമുള്ളവർക്കും പിന്നെ ചില വൈകല്യങ്ങൾ, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? മെഡിക്കെയർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം മെഡിക്കെയ്ഡ് എന്തായിരിക്കും? മെഡിക്കെയ്ഡ് എന്തായിരിക്കും? അപ്പൊ ഈ മെഡിക്കെയർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മെഡിക്കേഷൻസ് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ സ്റ്റേസ്, മറ്റ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ഡോക്ടർ വിസിറ്റ് ഒക്കെ അവർക്ക് വളരെ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ചെറിയൊരു എമൗണ്ട് മാത്രം ചിലപ്പോൾ അവർക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഈ 65 ഏജിന് മുകളിലുള്ളവർക്ക്, അതിന് താഴെയുള്ള ഡിസബിലിറ്റീസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് മെഡിക്കെയർ പ്രോഗ്രാംസ്, അതായത് മെഡിക്കെയർ ഇൻഷുറൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇൻഷുറൻസ് മെഡിക്കൽ ഗവൺമെന്റ് ഫണ്ടഡ് ആണ് ഇത് കേട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് എന്ത് മെഡിക്കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കെയ്ഡ് എന്തായിരിക്കും? മെഡിക്കെയ്ഡ് സെയിം ഇതും എന്ത് തന്നെയാണ്, അതായത് തീരെ വരുമാനങ്ങൾ കുറവുള്ള, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരുമാനം കുറവുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് എന്ത് മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു ഫെഡറൽ സ്റ്റേറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ഫെഡറൽ സ്റ്റേറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നിരവധി ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. അതായത് ഫ്രീ ആയിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ, ഡോക്ടേഴ്സ് വിസിറ്റ്, മെഡിസിൻസ് ഒക്കെ വളരെ ഫ്രീ ആയിട്ടായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. ഏതെങ്കിലും ചില കേസസിൽ മാത്രം ഒരു ചെറിയ പേയ്മെന്റ് മാത്രം ഇവർക്ക് അടച്ചാൽ മതിയാവും. അല്ലാതെ എന്താണ്, ബാക്കിയുള്ള എല്ലാ ഹോസ്പിറ്റൽ സർവീസസും അവർക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? രണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസുകളാണ്. അല്ലെ, മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസ്. അപ്പൊ ഹോസ്പിറ്റലിൽ രണ്ട് ഇത് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടെ എത്ര സാധാരണക്കാർ വന്നാലും എന്താണ്, അവർക്ക് ചികിത്സ അവിടെ ലഭ്യമാണ്. അപ്പൊ ഇത് മാനേജ് ചെയ്യാന്നുള്ളതും ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ മെഡിക്കെയർ സംവിധാനങ്ങൾ ഇന്ന ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, കുറെ പേര് ആ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും അല്ലെ. നമ്മളും അങ്ങനെ തന്നെയല്ലേ, ഇത് എവിടെയാണ് ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നത് അവിടെ പോയി ചികിത്സ നേടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നിരവധി ആൾക്കാർ ചിലപ്പോൾ എന്താണ് ഈ സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. അപ്പോൾ ഫ്രീ സേവനങ്ങൾ കൊടുക്കുന്നതും ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. എത്ര ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് പേഷ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ പേഷ്യൻസിന് ഓവർഫ്ലോ വരെ ചിലപ്പോൾ ഉണ്ടാകുന്ന വരാം, സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അതും ഒരു ചാലഞ്ചസ് ആണ്. ഇതെല്ലാം മാനേജ് ചെയ്യാൻ മെഡിക്കെയർ സംവിധാനത്തിലുള്ളവരെയും മെഡിക്കെയ്ഡ് സംവിധാനത്തിലുള്ളവരെയും മാനേജ് ചെയ്യാന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റർ നയിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അത് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്താണെന്ന്? ഇത് രണ്ടും എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസുകളാണ് കേട്ടോ. മനസ്സിലാക്കിയാൽ മതി. യെസ്, ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മെഡിക്കെയറും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ബെനിഫിറ്റ് ശരിക്കും എന്തായിരിക്കും? ഹോസ്പിറ്റൽ ഇത്തരം ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അത് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടൊരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഹോസ്പിറ്റൽസിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, യെസ്. ദെൻ തേർഡ് പോയിന്റ്, അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി. എന്താ പറയുന്നത്? അതായത് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് രോഗി പരിചരണം മെച്ചപ്പെടുത്താൻ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് അല്ലെ. സാങ്കേതിക വിദ്യ ടെക്നോളജീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബഡ്ജറ്റിംഗും ആരുടെ കയ്യിലാണ്? ശരിക്കും അഡ്മിനിസ്ട്രേറ്റർ ആണ് അത് വഹിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പുതിയ ടെക്നോളജീസ് രോഗി പരിചരണത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടെക്നോളജീസ് ആയിരിക്കും പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ച് ടെലിമെഡിസിൻ സൗകര്യങ്ങൾ അല്ലെ, അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകള്, ടെലിമെഡിസിൻ സൗകര്യങ്ങള്, പിന്നെ എന്തൊക്കെയാണ്? EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം അല്ലെ, EHR. പിന്നെ എന്തൊക്കെ വരാം? AI അസിസ്റ്റഡ് ഡയഗ്നോസിസ് അല്ലെ. AI അസിസ്റ്റഡ് ഡയഗ്നോസിസ്, അതായത് കൃത്യമായിട്ട് രോഗങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാന്നുള്ളതും എന്താണ്, അത് രോഗി പരിചരണം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊണ്ടുവരുന്നത് ടെക്നോളജീസ്. പക്ഷെ ടെക്നോളജീസ് കൊണ്ടുവരുന്നതിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ കുറച്ച് കാര്യങ്ങളിൽ ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ തന്നെ എന്താ, ടെക്നോളജീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെങ്കിൽ എന്താണ്, നല്ല രീതിയിലൊരു ബഡ്ജറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. പിന്നെ ഇത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. മെയിൻ ആയിട്ട് അതിന്റെ ഫണ്ട് തന്നെ അല്ലെ. പുതിയ ടെക്നോളജി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പ്രധാനമായിട്ടും നല്ലൊരു ഫണ്ടിങ് അതിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ചാലഞ്ചിങ് തന്നെയാണ്.
ഓക്കെ, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി. സാങ്കേതിക വിദ്യയിലൂടെ രോഗി പരിചരണം നേടുന്ന എന്നൊരു കാര്യം എന്താണ്, ഒരു ചാലഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇത് മനസ്സിലായോ? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി. യെസ്. അടുത്തത് സ്പെഷ്യലൈസ് ഫോർ ഗ്രോത്ത്. സ്പെഷ്യലൈസ് ഫോർ ഗ്രോത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഹോസ്പിറ്റല് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത് അതും അഡ്മിനിസ്ട്രേറ്റർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഹോസ്പിറ്റലിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നതിൽ എന്താണ്, അവിടെയും ഒരു ഫണ്ട് എന്നുള്ളൊരു കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെ, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ സക്സസിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസും അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അത് കൊണ്ടുവന്നാൽ മാത്രമേ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, നല്ലൊരു വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ സ്പെഷ്യലൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സുകൾ, സ്പെഷ്യലൈസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ചികിത്സാ രീതികളൊക്കെ കൊണ്ടുവരുന്നതിൽ അഡ്മിനിസ്ട്രേറ്റർ ശരിക്കും പറഞ്ഞ ഒരു വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട്. ഓക്കെ, യെസ്. ഹോസ്പിറ്റലിലെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ കൂടി എന്താണ് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്, വളർച്ചയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യലൈസ് ഫോർ ഗ്രോത്ത് ആണ്. വളർച്ചയ്ക്ക് വേണ്ടി നേരിടുന്ന ഹോസ്പിറ്റലിന്റെ ഗ്രോത്തിന് വേണ്ടി നേരിടുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, പല മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ. Then last one, prepare for the future. Prepare for the future. അടുത്ത ചാലഞ്ച് എന്താണ് പറയുന്നത്, ഭാവിക്കായിട്ട് തയ്യാറെടുക്കുക. ആരായിരിക്കണം ഇവിടെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ പ്ലാൻസുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ആരായിരിക്കും? ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് അല്ലെ? അദ്ദേഹമാണത് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫ്യൂച്ചറിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാം? ഫ്യൂച്ചർ പ്ലാൻസ്, അഡ്വാൻസ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസുകൾ. ദെൻ കൺസ്ട്രക്ഷൻ, പുതിയ ബിൽഡിങ്സിന്റെ കൺസ്ട്രക്ഷൻസ്, അതൊരു ഫ്യൂച്ചർ പ്ലാൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ പുതിയ പ്രോഗ്രാംസ്, ഹോസ്പിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പുതിയ പ്രോഗ്രാംസുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ രോഗി പരിചരണത്തിന്റെ മറ്റ് തലങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ എന്താ പറയാ അബ്രോഡ്, അല്ലെങ്കിൽ അബ്രോഡിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽസിലേക്ക് ഇവിടെ കൊണ്ടുവരാം. അങ്ങനെയുള്ള രീതിയിലുള്ള പ്ലാൻസുകൾ അല്ലെ ഫ്യൂച്ചറിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രിവെന്റീവ് കെയർ, ഫോക്കസിംഗ് ഓൺ, മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഗോൾ എന്ന് പറയുന്നത് പ്രിവെന്റീവ് കെയർ ആണ് അല്ലെ? ഫോക്കസിംഗ് ഓൺ പ്രിവെന്റീവ് കെയർ. പിന്നെ അതോടൊപ്പം തന്നെ നല്ലൊരു ഹെൽത്ത് സിറ്റുവേഷൻസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നീ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഫ്യൂച്ചറിൽ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ അല്ലെ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അതൊക്കെ ഫ്യൂച്ചറിൽ അദ്ദേഹം പ്ലാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതും അദ്ദേഹം ഫേസ് ചെയ്യുന്ന മറ്റൊരു ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാം അല്ലെ? അപ്പൊ ഒരു നേരത്തെ തന്നെ ചിന്തിക്കണം അല്ലെ, നേരത്തെ തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ് ഹോസ്പിറ്റലിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുവരണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അദ്ദേഹം നേരിടുന്ന ഒരു മറ്റൊരു വെല്ലുവിളിയാണ് എന്താ, പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ എന്താണെന്ന്? ഓക്കെ, യെസ്. അപ്പൊ ചാലഞ്ചസ് ഫേസ് ബൈ ആൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ ചാലഞ്ചസ് ആണ് അദ്ദേഹം ഫേസ് ചെയ്യുന്നത്? മാനേജിംഗ് മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ്, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി, then compete for healthcare professionals, then specialize for growth and prepare for the future. ഓക്കെ, മനസ്സിലായോ? ഏതെങ്കിലും സംശയം ഉണ്ടോ ചാലഞ്ചസില്? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് പറയാണ് കേട്ടോ ടീച്ചർ. എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? The following are elements of management.
personal management, financial management, material management, and time management. Okay, so first elements of management നമ്മൾ പഠിക്കാൻ പോകുന്നത് personal management ആണ്. Okay, personal management. എന്താണ് personal management എന്ന് പറയുന്നത്? The function of caring for staff in the organization is known as personal management. The function of caring for staff in an organization is known as personal management. എന്താണ് ഒരു ഓർഗനൈസേഷനിൽ ജീവനക്കാരെ പരിപാലിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? പേഴ്സണൽ മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിലെ ജീവനക്കാരെ പരിപാലിക്കുന്ന ഒരു പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ? സ്റ്റാഫുകളെ പരിഗണിക്കുന്ന സ്റ്റാഫുകളെ എന്താണ് പരിപാലിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് 2 സ്റ്റെപ്പില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റില് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിപ്ലോമ പ്രോസസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് സ്റ്റെപ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്? എന്തൊക്കെ സ്റ്റെപ്സുകളാണ് പേഴ്സണൽ മാനേജിൽ വരുന്നത്? ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആരാണ്? Human resources. This is an information staffുകൾ അല്ലെ? This is an information decision making process designated to ensure that enough competent people and appropriate skills are available to perform jobs when needed. Human resources എന്ന് പറഞ്ഞാൽ എന്താണ്? This is an information decision making process designed to ensure that enough competent people and appropriate skills are available to perform jobs when needed. അതായത് സ്കിൽസ് ആയിട്ടുള്ള ആളുകളെ ഉചിതമായ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് സ്കിൽസ് നമ്മൾ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? അവരുടെ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരുടെ ടാലന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അവർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അതായത് ഏത് ജോബിന് വേണ്ടിയിട്ടാണോ ആ ഒരു ജോബിന് അവരുടെ സ്കിൽസ് അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്കിൽസ് ആയിട്ടുള്ള ആളുകളെ ഉചിതമായ മേഖലയിൽ ഉചിതമായ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ്, ഈ പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, യെസ്. അടുത്തത് ഓക്കെ, മനസ്സിലായോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന്? അപ്രോപ്രിയേറ്റ് സ്കിൽസ് ഒന്നുകൂടി പറയാനാണ്. അപ്രോപ്രിയേറ്റ് സ്കിൽസ് ആയിട്ട് ആളുകളെ നമ്മൾ ഉചിതമായ സ്കിൽസിന്റെ അടിസ്ഥാനം, അതായത് സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ടാലൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവരെ സെലക്ട് ചെയ്യുക, അവരുടെ കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റാഫുകളെ ഡിസൈൻ ചെയ്യുന്നു. അവരുടെ ടാലന്റിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സുകളാണ് അടുത്ത് പറയുന്നത്. സ്റ്റെപ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ട്മെന്റ് പഠിച്ചാണോ കഴിഞ്ഞ ക്ലാസ്സിൽ? മറന്നുപോയോ? റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, യെസ്. ഇപ്പൊ റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് ആണ്. ഫസ്റ്റ് വരുന്നത് ജോബ് അനാലിസിസില് നമ്മൾ 2 കമ്പോണൻസ് പറയുന്നുണ്ട്. ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ജോബ് അനാലിസിസില് റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജോബ് അനാലിസിസ് ആണ്. It has 2 components. ഇപ്പൊ ജോബ് അനാലിസിസ് 2 കമ്പോണൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പൊ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
A job specification in the list of recommended qualities for a person to qualify for and succeed in a position. എന്താണ് job specification എന്ന് പറയുന്നത്? A job specification in the list of recommended qualities. A list of recommended qualities for a person to qualify for and succeed in a position. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ലിസ്റ്റ് ഓഫ് റെക്കമെൻഡഡ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു തസ്തികയിലേക്ക് നേടാവുന്ന ഒരു തസ്തികയിൽ യോഗ്യത നേടാനും അത് വിജയിക്കാനും ശുപാർശ ചെയ്യുന്ന ഒരു എന്താണ് ക്വാളിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പട്ടികയാണ് ഇത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിന് ഒരു തസ്തികയിലേക്ക് യോഗ്യത നേടാൻ, അതായത് തസ്തികയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയാൾ പോകേണ്ടത്, അതിൽ യോഗ്യത നേടാനുള്ള അതിൽ വിജയിക്കാനുമുള്ള കുറച്ച് ക്വാളിറ്റീസ് അല്ലെ, അയാൾ ഇന്ന കാര്യങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് ആണ്, റെക്കമെൻഡഡ് ലിസ്റ്റ് ആണ് എന്ത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് റെക്കമെൻഡഡ് ക്വാളിറ്റീസ്, കുറച്ച് ക്വാളിറ്റീസ് അതിൽ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ആ ചെയ്യാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ആ ലിസ്റ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്താണ് വിജയിക്കുക, അതായത് യോഗ്യത നേടാൻ സാധിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്താണ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. A list of recommended qualities for the person to qualify for an criterias ആണ്. ക്വാളിറ്റീസ് ഉദ്ദേശിക്കുന്നത് ക്രൈറ്റീരിയാസ്. ഇന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ വരാം, ഇൻഡിവിജ്വൽ ടെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ, അങ്ങനെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആൾക്ക് ഇന്ന കാര്യങ്ങളിൽ ടെസ്റ്റ് അല്ല ഇന്ന കാര്യങ്ങൾ അതിൽ ക്വാളിഫൈഡ് ആയിരിക്കണം, ഇന്ന ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് അയാൾ അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. ഓക്കെ, യെസ്. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് ഒരു തസ്തികയിൽ യോഗ്യത നേടുന്നതിനും അതിൽ വിജയിക്കാനും ശുപാർശ ചെയ്യുന്ന ഒരു ക്വാളിറ്റീസിന്റെ ലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗുണങ്ങളുടെ ഒരു പട്ടികയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? Job description refers to a written informative documentation that states the duties, tasks, responsibilities, and qualification of a job based on the finding of a job analysis. What is job description? Job description എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു റിട്ടേൺ ഇൻഫോർമാറ്റീവ് ഡോക്യുമെന്റേഷൻ ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ? ഒരാളുടെ സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ്, ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ജോബ് ബേസ്ഡ് ഫൈൻഡിങ്സ്. അതായത് ഡ്യൂട്ടീസ്, ടാസ്ക്, റെസ്പോൺസിബിലിറ്റി എന്നിവ വ്യക്തമാക്കുന്ന ഒരു രേഖാമൂലമാണ്. അതായത് ഒരാൾക്ക് എന്തൊക്കെ കൊടുക്കുക, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ ടാസ്ക് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള റിട്ടേൺ ഇൻഫോർമാറ്റീവ് ഡോക്യുമെന്റേഷൻ ആണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് ജോബാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസും ടാസ്കുകളും ആയിരിക്കുമല്ലോ, റെസ്പോൺസിബിലിറ്റീസും ആയിരിക്കുമല്ലോ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളല്ലേ JD ഒക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്ത് പഠിച്ചിട്ടുള്ള എല്ലാവരും? ഓക്കെ, മനസ്സിലായോ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? യെസ്. അപ്പോ ജോബ് അനാലിസിസ് റിക്രൂട്ട്മെന്റിന് 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് ജോബ് അനാലിസിസ്, അതിന് 2 കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? It's a list of recommended qualities for a person to qualify and succeed in a position. ഒരു വ്യക്തിക്ക് തന്നെ ഒരു തസ്തികയിലേക്ക് യോഗ്യത നേടുന്നതിനും അത് വിജയിക്കാൻ ശുപാർശ ചെയ്യുന്ന ഗുണങ്ങളുടെ ഒരു പട്ടികയാണ്, അല്ലെങ്കിൽ റെക്കമെൻഡഡ് ക്വാളിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ആണ് എന്ത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Job description refers to a written informative documentation that states the duties, tasks, responsibilities, and qualification of a job based on the finding of job analysis. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ്, ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ്, ആ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് എന്നിവ വ്യക്തമാക്കുന്ന ഒരു രേഖാമൂലമുള്ള ഡോക്യുമെന്റേഷൻ ആണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് സെലക്ഷൻ. Selection is a process of identifying and hiring the applicants for the filling the vacancies in an organization.
എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? Selection is a process of identifying and hiring applicants of the filling the vacancies in an organization. ഓർഗനൈസേഷനിൽ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് ആപ്ലിക്കൻസിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല്? Identifying and hearing applicants for the filling the vacancies in an organization. ഒരു ഓർഗനൈസേഷനിലെ വേക്കൻസീസുകളെ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസീസുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കണ്ടെത്തി നിയമിക്കുന്ന പ്രക്രിയയാണ് എന്ത്? സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ സെലക്ഷൻ എന്താണെന്ന്? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സെലക്ഷൻ നമ്മൾ പറഞ്ഞ ഒരു ഓർഗനൈസേഷനിലെ വേക്കൻസീസിന് വേണ്ടിയിട്ട് ആപ്ലിക്കൻസിനെ നിയോഗിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ, കുറച്ച് സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് സ്ക്രീനിങ് ഉണ്ടാവും, പിന്നെന്താണ് ടെസ്റ്റുകൾ ഉണ്ട്, വിവിധ ടെസ്റ്റുകൾ, ഇന്റർവ്യൂസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. മെയിനായിട്ട് നമ്മൾ സെലക്ഷൻ സ്റ്റെപ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, സെലക്ഷൻ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. Before the actual requiring process, it is essential to perform a job analysis to understand precisely what an organization needs and where it needs it. The job analysis will provide a clear position overview which will help to attract the right talent. Once the job posting process is done, you will begin receiving applications from many candidates, and this is where the selection process begins. അപ്പോൾ എന്താണ് സെലക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? അതായത് ബിഫോർ ദ ആക്ച്വൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്, യഥാർത്ഥ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുമ്പായിട്ട് ഒരു സ്ഥാപനത്തിന് എന്താണ് വേണ്ടത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പെർഫോം എ ജോബ് അനാലിസിസ് ടു അണ്ടർസ്റ്റാൻഡ് റിസീവ്ലി വൺ ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് വേർ ഇറ്റ്സ് നീഡ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണ്, നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുമ്പായിട്ട് ഒരു സ്ഥാപനത്തിന് എന്താണ് വേണ്ടതെന്നും എവിടെയാണ് അത് വേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരുന്നു? ഒരു ജോബ് അനാലിസിസ് വേണ്ടി വരും അല്ലെ. ഒരു ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ വേണം? ജോബ് അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ, ആ ജോലി വിശകലനം എന്തൊക്കെ എനിക്ക് മാത്രമേ നമുക്കത് ആ ഓർഗനൈസേഷൻ എന്ത് വേണം, എവിടെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. ഓക്കെ, അതാദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. Then a job analysis will provide a clear position overview which will help to attract the right talent. അപ്പൊ ഈ ജോബ് അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ജോബ് അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ശരിയായ കഴിവുള്ള ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റ് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ജോബ് അനാലിസിസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിൽ പങ്കെടുക്കാനായിട്ട് വരികയുള്ളൂ. ഓക്കെ, യെസ്. Then once the job posting process is done, you will begin receiving applicants from many candidates, and this is where the selection process begins. ഇനി എന്താണ് ഈ ജോബ് അനാലിസിസ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോബ് പോസ്റ്റിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ നിരവധി ആപ്ലിക്കൻസിൽ നിന്ന് മെനി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കുമെങ്കിൽ യു വിൽ ബിഗിൻ റിസീവിംഗ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമുക്ക് അപേക്ഷകൾ ലഭിക്കാൻ തുടങ്ങും. ജോബ് അനാലിസിസിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാൻഡിഡേറ്റ്സുകൾ വരും അല്ലെ. അവിടെയാണ് ശരിക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ദിസ് ഈസ് വേർ ദി സെലക്ഷൻ പ്രോസസ് ഈസ് ബിഗിൻ. ഇവിടെയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത്. കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാലല്ല, ആദ്യം ജോബ് അനാലിസിസ് കണ്ടു, അതിനുശേഷം റൈറ്റ് ടാലന്റ് ഉള്ള കുറെ പേര് എന്താണ് ആപ്ലിക്കൻസ് വന്നു, അതിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം എന്താ ആരംഭിക്കുന്നു? സെലക്ഷൻ പ്രോസസ് അവിടെ ആരംഭിക്കുകയാണ് അല്ലെ. ഓക്കെ, യെസ്. എന്താണ്? ബിഫോർ ദ ആക്ച്വൽ റിക്രൂട്ട് പ്രോസസ്, അതായത് യഥാർത്ഥ റിക്രൂട്ട്മെന്റ് പ്രക്രിയക്ക് മുമ്പായിട്ട് ഒരു സ്ഥാപനത്തിന് എന്ത് വേണം, എന്താണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് കൃത്യമായിട്ടൊരു ജോബ് അനാലിസിസ് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ provide a clear position overview which will help to attract the right talent. എന്താണ്
ശരിയായ കഴിവുകൾ ആകർഷിക്കാൻ കഴിയുന്ന സഹായിക്കുന്ന വ്യക്തമായ ഒരു സ്ഥാനാവലോകനമാണ് ശരിക്കും എന്ത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ജോബ് അനാലിസിസിന് ശേഷം ആ ഒരു പ്രോസസ്സ് കഴിയുന്നതോടെ തന്നെ നമുക്ക് ആപ്ലിക്കൻസ് വരുന്നതും കാൻഡിഡേറ്റ്സ് വരുന്നത്, ആപ്ലിക്കൻസിൽ നിന്നും നമ്മള് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു, അവിടെ വെച്ച് എന്താണ് സെലക്ഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, ഇനി ഈ സെലക്ഷൻ പ്രോസസ്സ് നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഒരാളെ നമ്മൾ ഒരു റൈറ്റ് പൊസിഷനിലേക്ക് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാനായിട്ട് നിരവധി പൊസിഷൻസിലൂടെ നമ്മൾ നിരവധി സ്റ്റെപ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പ്രധാനമായ ഒരു 6 സ്റ്റെപ്സ് വരുന്നുണ്ട്. ഒരു സെലക്ഷൻ പ്രോസസ്സിന് ഏകദേശം ഒരു 6 സ്റ്റെപ്സിലൂടെയാണ് ഒരു സ്റ്റാഫ് കടന്നു പോകുന്നത്. ഓക്കെ, യഥാർത്ഥ പൊസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, യഥാർത്ഥ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളെ മാത്രമാണ് ആ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിന് നിരവധി ഘട്ടങ്ങളിലൂടെ ഒരു സ്റ്റാഫ് കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങള്? എനിക്ക് മനസ്സിലാവട്ടെ. അവസാനക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ലെന്നാണോ പറഞ്ഞത്? ഒന്നുകൂടി പറയണോ? ഓക്കെ, ബിഫോർ ദ ആക്ച്വൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്, അതായത് യഥാർത്ഥ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ എന്ത് വേണം, എങ്ങനെ വേണം, എവിടെ വേണം എന്നതിനെ പറ്റിയുള്ള ഒരു ജോബ് അനാലിസിസ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് എന്താണ്, അത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ആര് വരുന്നത്, സ്റ്റാഫുകൾ ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കൻസുകൾ വരുന്നത്. ഓക്കെ, അപ്പോ ഇത് കൃത്യമായിട്ടൊരു ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ആവശ്യകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ജോബ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദെൻ ഈ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും എന്ത് വരുന്നത്, ശരിയായ കഴിവുള്ളവർ ആകർഷിക്കണം. അതായത് ഇതിൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്താണ് ആകർഷിക്കാൻ സാധിക്കും. ദെൻ അവര് മാത്രമായിരിക്കും എന്താണ് ഈ ഒരു പ്രോസസ്സിൽ, അതായത് ജോബ് അനാലിസിസിലൂടെ എന്താ അവരെ ടാലന്റ്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സ്കിൽ, നമുക്ക് ഏത് സ്കില്ലുണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമല്ല നമ്മൾ ഒരു കാര്യത്തിന് പോസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയുള്ളൂ. ഇപ്പൊ ടീച്ചർ ആവാനാണ് ഇപ്പോ തനിക്ക് ആഗ്രഹമെങ്കിൽ താൻ എന്താണ് ടീച്ചിങ് കാര്യങ്ങൾ സ്കൂളിലായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ജോലി വിതരണം എന്താണ്, അവിടെ ഒരു സബ്ജക്ട് എടുക്കണം, നമ്മൾ പഠിപ്പിക്കണം എന്നാണ് തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്തൊക്കെ ജോബ് അനാലിസിസ് ഉണ്ട്, എന്തൊക്കെ ജോലി വിശദീകരണങ്ങളാണ് അവിടെ ഉള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കി. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആപ്ലിക്കൻസുകൾ വരും, ആപ്ലിക്കേഷൻസ് വരുന്നതിൽ കാൻഡിഡേറ്റ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അവിടെ നിന്ന് എന്താരംഭിക്കുന്നു, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആപ്ലിക്കൻസ് ഒക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് എന്ത് സെലക്ഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇനി here are the 6 steps of an employee selection process. എന്തൊക്കെയാണ് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഏകദേശം ഒരു 6 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കൻസ്, ദെൻ എംപ്ലോയ്മെന്റ് ടെസ്റ്റസ്, സെലക്ഷൻ ഇന്റർവ്യൂ ആൻഡ് വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ദെൻ ഫൈനൽ ഡിസിഷൻ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. ഇപ്പോ സെലക്ഷന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കൻസ്. During the initial screening, an applicant completes an application form and submit a resume and cover letter. Human resource will then review this information and conduct a pre-screening interview of 30 minutes or less over the telephone. ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് പ്രാരംഭഘട്ടത്തിൽ ആപ്ലിക്കൻസിനെ ഫസ്റ്റ് സ്ക്രീനിങ് ചെയ്യാണ്. എങ്ങനെയാണ്? During the initial screening, an applicant completes an application form and submits a resume and cover letter. ഇനീഷ്യൽ ഘട്ടത്തില് എന്താണ് ആപ്ലിക്കൻസുകൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഫോംസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ റെസ്യൂമെയും അതിന്റെ കവറിംഗ് ലെറ്ററോടൊപ്പം എന്താണ് ഒരുമിച്ച് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു അല്ലെ. നമ്മുടെ റെസ്യൂംസ് ആൻഡ് കവറിംഗ് ലെറ്റർ അതുകൊണ്ട് കൂടെ സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഹ്യൂമൻ റിസോഴ്സ് വരുന്നത്, ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് എന്താ ഈ റിവ്യൂസ് ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം, അല്ലാതെ
ആപ്ലിക്കൻസിൽ നിന്ന് ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ബ്രീഫ് സ്ക്രീനിങ് ഇന്റർവ്യൂ നടത്തപ്പെടും. ബ്രീഫ് സ്ക്രീനിങ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൽ കുറവ് സമയത്തിൽ ടെലിഫോണിലൂടെ അല്ലെ, ഫോണിലൂടെ ആയിരിക്കും നമ്മളുടെ അതിൽ റെസ്യൂമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടൊക്കെ ചോദിക്കും അല്ലെ. അതിനുശേഷം അതാണ് ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആപ്ലിക്കൻസ് വന്നവരുടെ ആപ്ലിക്കേഷൻ ഫോംസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, റെസ്യൂമും കവർ ലെറ്ററോടുകൂടി അത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഒരു ബ്രീഫ് ഇനീഷ്യൽ സ്ക്രീനിങ് കണ്ടക്ട് ചെയ്യും. എന്തിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ടെലിഫോണിലൂടെ അല്ലെ. ഫോണിലൂടെ ഒരു 30 മിനിറ്റ്സ് ഓർ ലെസ്, 30 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൽ കുറവ് സമയത്തിലായിരിക്കുള്ളൂ ഒരു ബ്രീഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന റെസ്യൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിക്കുന്നത് ചെറിയൊരു ഇന്റർവ്യൂ മെത്തേഡ്. അതാണ് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? ഒന്ന് വായിച്ചു നോക്കിയേ, ഇനീഷ്യൽ സ്ക്രീനിങ് എന്താണെന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ടെസ്റ്റുകളാണ്. Following an initial screening, the applicant may be asked to take one or more tests to assess his or her knowledge, skills, personality, cognitive ability, and motivation. A system is composed of a cognitive ability test, motivation test, and personality test. These three tests then generate one score which allows you to predict the top performers from your selection of candidates. അപ്പൊ ഇനി വരുന്നത് സെലക്ഷൻ പ്രോസസ്. അപ്പൊ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു, ചെറിയൊരു ബ്രീഫ് ആയിട്ട് ഇന്റർവ്യൂസ് കഴിഞ്ഞു അല്ലെ. ഇനി എന്താ വരുന്നത്? എംപ്ലോയ്മെന്റ് ടെസ്റ്റുകളാണ് അല്ലെ. അപ്പൊ ആ വെരിഫിക്കേഷനിൽ ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ സെക്കൻഡ് വരുന്നത് ടെസ്റ്റുകളിലേക്ക് പോവാണ് അല്ലെ. പ്രത്യേകിച്ച് എന്തൊക്കെ ടെസ്റ്റുകൾ വരുന്നുണ്ട്? Following an initial screening, the applicant may be asked to take one or more tests to assess. അപ്പോൾ ഒന്നോ അതിൽ കൂടുതൽ ടെസ്റ്റുകൾ നമ്മളെ സ്റ്റാഫുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? അതവരുടെ നോളജ്, സ്കിൽസ്, പേഴ്സണാലിറ്റി, കോഗ്നിറ്റീവ് ആബിലിറ്റി ആൻഡ് മോട്ടിവേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് സിസ്റ്റം ഈസ് കമ്പോസ്ഡ് കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അളക്കണമെങ്കിൽ എന്താണ്, ഓരോ ടെസ്റ്റും സ്പെസിഫൈ ചെയ്ത് കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലേ. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഓരോ ടെസ്റ്റുകളും സ്പെസിഫൈ ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള വികസനത്തെ കുറിച്ചിട്ട് അറിയുന്നതിന്, സ്കിൽസിനെ കുറിച്ചിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള വികാസത്തെ കുറിച്ച്, ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? മോട്ടിവേഷൻ ടെസ്റ്റ്. ഉദ്യോഗാർത്ഥിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. എന്തിനാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്? പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ് നമ്മള്? ഇതിനാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. സ്കിൽസ് നോക്കാൻ. സ്കിൽസ് മാത്രമാണോ നോക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റില്? യെസ്, വെരി ഗുഡ്. ആ പേഴ്സൺ, ആ ഇൻഡിവിജ്വലി ആ പേഴ്സൺ എങ്ങനെയാണ് അല്ലെ, അയാളുടെ ക്യാരക്ടർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിഫറെന്റ് സിറ്റുവേഷൻസ് കൊടുക്കും അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അയാളുടെ ആറ്റിറ്റ്യൂഡ് അളക്കുന്ന, അല്ലെങ്കിൽ ടെമ്പർ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ആ ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷൻസ് ആളെങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അത്തരത്തിലുള്ള കപ്പാസിറ്റി കളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ദെൻ ദീസ്, അപ്പൊ ഏതൊക്കെ ടെസ്റ്റ് ഒക്കെയാണ്? കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ മൊത്തത്തിൽ ഈ ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നോളജ്, സ്കിൽസ്, പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആൻഡ് മോട്ടിവേഷൻസ് ഇവ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം, ബുദ്ധിപരമായിട്ട് അയാൾ ഇന്റലിജൻസ് വൈസ് ആളെ എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതാണ് കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റസ് കണ്ടെത്തുന്നത് കേട്ടോ. ഒരാളില് വൈജ്ഞാനിക വികാസം കണ്ടെത്തുന്നതിന്. നമ്മൾ പഠിച്ചിട്ടില്ലേ, പലരിലും ഇന്റലിജൻസ് പല രീതിയിലാണ്. ചിലർക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് നാച്ചുറൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. ഇന്റലിജൻസിനനുസരിച്ച് നമ്മളിൽ ഓരോരുത്തർക്കും IQ നമ്മൾ പഠിച്ചിട്ടില്ലേ, IQ ഇന്റലിജൻസ് കോൺഷ്യന്റ് എന്ന ഭാഗം, അത് എല്ലാവരും വ്യത്യസ്തമാണ്. ഓക്കെ, ചിലവരിൽ ഇപ്പോ പാട്ട് പാടാൻ കഴിവുള്ളവർ, അവർ ഏത് മേഖലയിലായിരിക്കും, ഏത് ഇന്റലിജൻസ് പവർ ഉള്ളവരായിരിക്കും പാട്ട് പാടാൻ കഴിവുള്ളവര്? മ്യൂസിക് ഇന്റലിജൻസ് ആണ് അവർക്ക്, അല്ലെ? മ്യൂസിക്, അതായത് സംഗീതപരമായിട്ടുള്ള ഇന്റലിജൻസ് കപ്പാസിറ്റി ഉള്ളവരാണ്. ഇനി ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ്. ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്പോർട്സ് താരങ്ങള്, അല്ലെ? ഫിസിക്കലി അവർ ഏബിൾ ആണ്, എല്ലാ കാര്യം ചെയ്യുന്നതിന് ഫിസിക്കലി ഏബിൾ ആണ്. അവർക്ക് ഏത് ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതൽ? ഏത് ഇന്റലിജൻസ് ആണ്? ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ബോഡി കൈനസ്റ്ററ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഇന്റലിജൻസ് ഉള്ളവരാണ് നമ്മുടെ ഈ സന്യാസിമാരെ, അല്ലെങ്കിൽ മഹർഷിമാരെന്നൊക്കെ പറയുന്നത്. അവർക്ക് നേച്ചർ ഇന്റലിജൻസ് കൂടുതൽ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഓരോ ഇന്റലിജൻസ് ബേസിൽ, ഇപ്പൊ കോഗ്നിറ്റീവ് എബിലിറ്റി നോക്കുമ്പോൾ ഇന്റലിജൻസ് ബേസിൽ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്, IQ ഡിഫറെന്റ് ആണ്. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എബവ് ആവറേജ് അവരുണ്ടാവും, എബവ് ആവറേജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും താഴത്തെ തട്ടിൽ ഇന്റലിജൻസിൽ ഏറ്റവും നോക്കുമ്പോൾ നമ്മള് താഴെ തട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ദബുദ്ധികള്, കൂട്ടുബുദ്ധി ആൾക്കാര്, ഇഡിയറ്റ്സുകള്, ഇവർക്കൊക്കെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ 25 താഴെ ആയിരിക്കും, 25 താഴെ IQ വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ മൂഢബുദ്ധിക്കാര്, അല്ലെങ്കിൽ നിഷ്കളങ്കരായ ആൾക്കാർ, അല്ലെങ്കിൽ ക്രൂരരായിട്ടുള്ള മൈൻഡ് ഒക്കെ ഉള്ളവർ. ഇഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത്തരവരുടെ മൈൻഡ്, അവരുടെ IQ അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇന്റലിജൻസ് അനുസരിച്ച് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഇന്റലിജൻസ് കോഷ്യന്റ് നമ്മുടെ എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. ഓക്കെ, യെസ്. അപ്പൊ കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ബേസിസ് ഇന്റലിജൻസ് വൈസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി these three tests then generate one score which allow you predict the top performers from your selection of candidates. ഇനി ഇതിലൂടെ മികച്ച സ്കോറുകൾ നമുക്ക് ചിലപ്പോൾ ഈ 3 ടെസ്റ്റിലൂടെ തന്നെ മികച്ച സ്കോർ നേടാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും ചിലപ്പോൾ സ്കോർ കൂടുതൽ വരുന്നത്, അല്ലെ? ഇപ്പൊ എല്ലാത്തിലും ഒരേപോലെ വരണമെന്നില്ല. ഇപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റിലായിരിക്കും ആൾക്ക് സ്കോർ കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ടെസ്റ്റ് ആയിരിക്കട്ടെ, കോഗ്നിറ്റീവ്. ചിലപ്പോൾ 3-ലും ഒരേ ഏറ്റവും മികച്ച സ്കോറും വാങ്ങിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും ചിലപ്പോൾ സ്കോർ കൂടുതലായിട്ടിരിക്കും. അപ്പൊ നമ്മുടെ ഓരോരുത്തരും എന്താണ്, ഇൻഡിവിജ്വൽ എല്ലാവരും ഡിഫറെന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ വ്യത്യാസത്തിൽ എന്താണ്, ഏതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ ഒരു പോയിന്റ് കൂടുതലോ കുറവോ വന്നെന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഒരു സ്കോർ സൃഷ്ടിക്കാൻ കഴിയും. These three tests and generate one score which allow you to predict the top performers from your selection of candidates. അപ്പൊ ഈ 3 ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിലൂടെ എന്താണ്, ഇതിൽ ആരാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് ഈ 3 ടെസ്റ്റിലൂടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോ ഈ 3 ടെസ്റ്റസ് അനുസരിച്ച് കൊണ്ടാണ് ഒരു സ്റ്റാഫിനെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്. സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളാണ്. ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അളക്കുകയാണ്, അല്ലെ? ഒരു കംപ്ലീറ്റ് ഇവാലുവേഷൻ, ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഒരു പേഴ്സണെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് ശരിക്കും ഈ ടെസ്റ്റുകൾ നടത്തുന്നതിലൂടെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ എംപ്ലോയ്മെന്റ് ടെസ്റ്റസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇത് എന്ത് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെന്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ആൻഡ് നോളജ്, സ്കിൽസ്, പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റി ആൻഡ് മോട്ടിവേഷൻസ് ഇവ കണ്ടെത്തുന്നതിന് വേണ്ടി, ഇവ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 3 രീതിയിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ടെസ്റ്റുകളാണ്? കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, മോട്ടിവേഷൻ ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഈ 3 ടെസ്റ്റുകളിലൂടെ നല്ല രീതിയിൽ പ്രകടനം ആള് കാഴ്ചവെക്കുന്നവരുണ്ടെന്ന് കൃത്യമായി നോക്കിയതിനു ശേഷമാണ് ആളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ പിള്ളേരെ? ഇനി
സെലക്ഷൻ ഇന്റർവ്യൂ. സെലക്ഷൻ ഇന്റർവ്യൂ. ഒരു പിക്ചർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു ഇന്റർവ്യൂ സെഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റർവ്യൂവറും ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട് അവിടെ അല്ലെ. Those who have passed the initial screening are invited to face interviews. ഇനി ഇനീഷ്യൽ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ പാസ്സായാൽ മാത്രമേ നമ്മൾ എന്തിലേക്ക് കടക്കുള്ളൂ, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസിലേക്ക് കടക്കുന്നുള്ളൂ അല്ലെ. സെലക്ഷൻ ബാക്കി സെലക്ഷൻ പ്രോസസ്സുകളുടെ കഴിഞ്ഞതിന് ശേഷം അത് പാസ്സായാൽ മാത്രമേ, അതായത് നമ്മൾ നേരത്തെ കണ്ടക്ട് ചെയ്ത എല്ലാ അബിലിറ്റി ടെസ്റ്റുകളും പാസ്സായാൽ മാത്രമേ നമ്മൾ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസിലേക്ക് കടക്കുന്നു. The format of these type of interviews varies. Some companies prefer to have an all-day interviews. അപ്പോ ഈ ഇന്റർവ്യൂ തന്നെ പല ഫോർമാറ്റിൽ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചില കമ്പനീസ് എന്താണ് all day interviews, എല്ലാ ദിവസവും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ കമ്പനി ബേസ്ഡ് ആണ്. ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും സൈസൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വേക്കൻസീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. Interviewees meet the different interviewers. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റർവ്യൂവേഴ്സും ഇന്റർവ്യൂവറും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഇന്റർവ്യൂവി എന്ന് പറയുന്നത് ആരാണ്? ഇന്റർവ്യൂവീസ്. ഇപ്പോ നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളൊരു ഇതിന് വന്നിരിക്കുകയാണ്, ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരായിരിക്കും? ഞാൻ ആരായിരിക്കും? എന്റെ ഓർഗനൈസേഷനിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ ഓർഗനൈസേഷനിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ ഇന്റർവ്യൂവി എന്ന് പറയുന്നത് ആരാണ്? ഇന്റർവ്യൂവി അഭിമുഖം നടത്തുന്നയാൾ. വെരി ഗുഡ്. അഭിമുഖം നടത്തുന്നയാളാണ് ഇന്റർവ്യൂവി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഇന്റർവ്യൂവേഴ്സ് എന്ന് പറയുന്ന ആരാണ്? അപ്പോ ഇന്റർവ്യൂവേഴ്സ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, കാൻഡിഡേറ്റ്സ് ആണ് അല്ലെ. ആപ്ലിക്കൻസ് അല്ലെങ്കിൽ സ്റ്റാഫുകളാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അല്ലെ. സോറി, സ്റ്റാഫുകളല്ല, ഉദ്യോഗാർത്ഥികൾ. ഓക്കെ. അപ്പൊ വേറെ ഇന്റർവ്യൂ മീറ്റ് വിത്ത് ഡിഫറെന്റ് ഇന്റർവ്യൂസ് ഈച്ച് അവർ. അപ്പൊ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ ഓൾ ഡേ ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ബേസ്ഡ് ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കും. Whereas other companies rather have candidates meet with key personnel one day, then invite them back for second meeting with executive. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതവർക്ക് കീ പേഴ്സണൽ ആയിരിക്കും ആദ്യം കാണുന്നത് അല്ലെ. ചില കമ്പനീസിൽ പ്രധാന വ്യക്തിനെ കണ്ടിട്ട് അദ്ദേഹം നമ്മളത് ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം ആളെ കാണുന്നു, പിറ്റേ ദിവസം ഒരിക്കുള്ളൂ എന്താ സെക്കൻഡ് മീറ്റിങ്ങിന് എക്സിക്യൂട്ടീവുകളുമായിട്ടുള്ള മീറ്റിങ്ങിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പോയി കൊടുക്കുന്നത് പിറ്റേ ദിവസം വരാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ആയിരിക്കും എന്ന് പറയും. ഓക്കെ. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് എക്സിക്യൂട്ടീവുമായിട്ട് സെക്കൻഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. Then this interview is structured to observe communication skills and motivation, and the applicant may be presented with realistic job situations such as dealing with disgruntled customer and asked to describe how he or she would handle the problem. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഇന്റർവ്യൂ എക്സിക്യൂട്ടീവുകളുമായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ സെയിം സിറ്റുവേഷൻ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, അവിടെ എന്താ ശരിക്കും നോക്കുന്നത്? അതൊരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഒരു കാൻഡിഡേറ്റിനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. അതായത് അവിടെ എല്ലാ സ്കിൽസുകളും അവിടെ അളക്കുന്നു. നേരിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മോട്ടിവേഷൻ സ്കിൽസ്, ഇതെല്ലാം, അതായത് റിയലിസ്റ്റിക് ജോബ് സിറ്റുവേഷൻ കൊടുക്കും. ഒരു റിയൽ സിറ്റുവേഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ക്ലാസ് എടുത്ത് കാണിക്കാനായിരിക്കും പറയുന്നത്. അതേപോലെ ആ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട റിയലിസ്റ്റിക് സിറ്റുവേഷൻ കൊടുത്തിട്ട് പറയും ഇത് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും. അതായത് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡിസ്കണ്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. ഡിസ്കണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കണ്ടഡ് ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ്? അസംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെ. സാറ്റിസ്ഫൈഡ് അല്ലാത്ത കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, അല്ലെങ്കിൽ ടെമ്പർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ എന്താണ് നമ്മള് അതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ റിയൽ സിറ്റുവേഷൻസ് വന്നിട്ട് നമ്മളോട് അവിടെ ഇന്റർവ്യൂ മെത്തേഡിൽ നമ്മളെ അളക്കാൻ വേണ്ടിയിട്ട് തരുന്ന സിറ്റുവേഷൻസ് ആണ്. അങ്ങനെ ഒരാളെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നവര് ആ സിറ്റുവേഷൻസ് നമ്മളോട് കാണിക്കാൻ. ഓക്കെ.
അവിടെ അവർ എന്തൊക്കെ നോക്കുന്നുണ്ട്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ അബിലിറ്റീസും അവിടെ അളക്കുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ടൊരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒബ്സർവ്ഡ് ഇന്റർവ്യൂ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ ആ ഒരു സെക്കൻഡ് മീറ്റിംഗിൽ എക്സിക്യൂട്ടീവുകളുമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇന്റർവ്യൂ ഇസ് എ സ്ട്രക്ചർ ടു ഒബ്സർവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ. The applicant may be presented with a realistic job situation. അപ്പോൾ റിയലിസ്റ്റിക് ജോബ് സിറ്റുവേഷൻസ് തന്നിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർവ്യൂസ് ഇതൊന്നും മാത്രമല്ല, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇനി പഠിക്കാറുണ്ട്. ഓക്കെ, യെസ്, ഒരു പ്രോബ്ലത്തിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് തരുന്നത്. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂസിന് സെലക്ഷൻ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അയാൾ വിജയകരമായിട്ട് അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാളെ സെലക്ട് ചെയ്യും അല്ലെ. യെസ്, മനസ്സിലായോ പറഞ്ഞത്? സെലക്ഷൻ ഇന്റർവ്യൂ എന്താണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ഓക്കെ. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരണം കേട്ടോ. വെരിഫിക്കേഷൻ, റിഫറൻസ് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ 6 സ്റ്റെപ്സ് പറഞ്ഞതിലേ നമ്മള് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇതൊക്കെ പറഞ്ഞ ഇനീഷ്യൽ സ്ക്രീനിങ് പറഞ്ഞു, എംപ്ലോയി ടെസ്റ്റ്സ്, സെലക്ഷൻ ഇന്റർവ്യൂ, വെരിഫിക്കേഷൻ, റിഫറൻസ് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫൈനൽ ഡിസിഷൻ. എളുപ്പമാണോ കേട്ടോ? ഓക്കെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണേന് നമ്മൾ ആദ്യം മാറ്റേണ്ടത്, ഇപ്പോൾ ഒരാളുടെ മെസ്സേജ് കണ്ടപ്പോ ഞാൻ പറഞ്ഞാണ് കേട്ടോ, നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും, നമുക്ക് ടെൻഷൻ എന്നൊരു കാര്യം ഉണ്ടാവരുത്. അതിന് എന്ത് വേണം, ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് നമ്മൾ പ്രിപ്പയർഡ് ആവണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്കിൽസ് ഇപ്പൊ അവിടെ പോയി അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ സ്വമേധയാ കുറെ കാര്യങ്ങൾ ടെസ്റ്റുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ അലമാരയ്ക്ക് മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ നോക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് മുഖം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിന് വരെ അവിടെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ്, ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒരു ഓവർ ആവാൻ പാടില്ല, പക്ഷെ ഒരു മിതമായ രീതിയിൽ അത്യാവശ്യം ഒരു സ്മൈലിംഗ് ഫേസസോട് കൂടി തന്നെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. പിന്നെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറയണം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണെങ്കിൽ അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പലവരും ഇതിൽ സംസാരിക്കാൻ പറ്റുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് കുറെ കാര്യങ്ങളിൽ സംസാരിക്കുന്ന ഒരു കപ്പാസിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അത്തരത്തിൽ കോൺഫിഡൻസ് സ്വമേധയെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെന്താണ്, അത്യാവശ്യം ബുക്സുകൾ വായിക്കുക. അപ്പൊ കുറെ നോളജസ് കിട്ടും. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവണം, കുറെയൊക്കെ എക്സ്പീരിയൻസ് കിട്ടുക. പിന്നെ എന്താണ്, എപ്പോഴും നല്ല വൈബ്രന്റ് ആയിട്ട് എന്ത് ചോദിച്ചാലും നമ്മൾ അതിന് ഉത്തരം പറയാമെന്നുള്ള തക്കത്തിൽ ഒരു കോൺഫിഡൻസ് സ്വമേധയെ ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് പറ്റും, നമുക്ക് എല്ലാവർക്കും പറ്റും. നമ്മൾക്ക് ഇല്ലാത്തതായിട്ടുള്ള ഒരു കഴിവുകളും ഇല്ല. നമ്മൾ അതിനൊന്നും കാണാത്തതുകൊണ്ടാണ് നമ്മുടെ ഒരു കഴിവുകളും എന്താണ് മുന്നിലേക്ക് വരാത്തത്. അപ്പൊ അത്യാവശ്യം നിങ്ങൾ ആരും നമ്മൾ എന്താണ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ മുന്നിലേക്ക് നിൽക്കുന്നത്. ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പാടാൻ കഴിയുന്നവരായിരിക്കും, നല്ല അഭിനയിക്കാൻ കഴിയുന്നവരായിരിക്കാം. ഓക്കെ, പല ടാലന്റ്സ് ഉള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളിൽ കണ്ടൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. അപ്പൊ ഏത് ഇന്റർവ്യൂ ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെക്കാൾ ആരും വലുതല്ല എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയി എല്ലാവരും ഒരേപോലെയാണെന്നൊരു കൺസെപ്റ്റിൽ പോയാൽ മതി. എല്ലാവരും ഒരേപോലെയാണ്, എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, എല്ലാ വികാരങ്ങളും ഒരേപോലെയാണ്. പൊസിഷൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ പൊസിഷൻസിൽ എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക, പിന്നെ വർക്ക് ചെയ്യണം കേട്ടോ. വെറുതെ നമുക്കൊരു ജോലി കിട്ടില്ല, നമ്മൾ അത്യാവശ്യം വർക്ക് ചെയ്താൽ മാത്രമേ എവിടെയാണെങ്കിലും ഒരു ജോലി കിട്ടുള്ളൂ. ഓക്കെ, യെസ്. പിന്നെ ആരും പെർഫെക്റ്റും അല്ല അല്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഓൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് ഡിഫിക്കൽട്ടീസ് ഉള്ളവരുണ്ടായിരിക്കാം, എന്തെങ്കിലും ഡിസബിലിറ്റീസ് മെന്റലി എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉള്ളവരായിരിക്കാം. എങ്കിൽ കൂടി എന്താണ് മാക്സിമം വർക്ക് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ ചെയ്യുന്നത് ആ പോസ്റ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പതറാതെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കുട്ടി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ, ടെൻഷൻ ഫ്രീ ആക്കുക, അത്ര ചെയ്യാനുള്ളൂ. ഓക്കെ,
നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വന്തം മോട്ടിവേറ്റേഴ്സ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എല്ലാം ഓക്കെ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോ ഹാവ് എ നൈസ് ഡേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ.